പ്രിയ പത്ര ദൃശ്യ മാധ്യമ പ്രവർത്തകർക്ക് പ്രേം നസീർ സുഹൃത്ത് സമിതിയുടെ ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, 21 വർഷക്കാലമായി പ്രവർത്തനം ആരംഭിച്ച പ്രേം നസീർ സുഹൃത്ത് സമിതി 8ാമത് ചലച്ചിത്ര അവാർഡ് സമർപ്പണത്തിൻ്റെ ചടങ്ങിൻ്റെ വിശദാംശങ്ങളും അതുകൂടാതെ തന്നെ പ്രേം നസീർ സാറിൻ്റെ 100ാമത് ജന്മദിനം പ്രമാണിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് പ്രേം സ്മൃതി എന്നുള്ള പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നതിൻ്റെയും അതിനോടനുബന്ധിച്ച് എല്ലാ വർഷവും പ്രേം നസീർ സുഹൃത്ത് സമിതി പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ പുരസ്കാരങ്ങളുടെ പ്രഖ്യാപനവുമാണ് ഇന്ന് വേദിയിൽ നടത്തുന്നത്. രാഷ്ട്രീയ പുരസ്കാരങ്ങളുടെ ജൂറി ചെയർമാൻ പ്രിയപ്പെട്ട ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറി ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ സാറാണ്. മറ്റ് 3 ജൂറി മെമ്പർമാരാണ്. ഒന്ന് ചലച്ചിത്ര സീരിയൽ താരം ശ്രീ വഞ്ചൂർ പ്രവീൺ കുമാർ സാർ, അതുപോലെ തന്നെ ചലച്ചിത്ര സംവിധായകൻ ശ്രീ ജോളിമാ സാർ, പ്രശസ്ത സംഗീതജ്ഞയും ഡോക്ടർ ഓമനക്കുട്ടി ടീച്ചറുടെ മകളുമായ ഡോക്ടർ കമല ലക്ഷ്മി മേഡവുമാണ് ഇതിൻ്റെ ജൂറി മെമ്പർമാർ. പ്രേം നസീർ സുഹൃത്ത് സമിതിയുടെ പ്രസിഡന്റ് ശ്രീ പനച്ചമൂട് ഷാജഹാൻ, ഞാൻ സെക്രട്ടറി തെക്കൻ സ്റ്റാർ ബാദുഷ. അവാർഡ് പ്രഖ്യാപനത്തിൻ്റെ വിവരങ്ങളിലേക്ക് ഡോക്ടർ പ്രമോദ് പയ്യന്നൂരിനെ ക്ഷണിക്കുന്നു. ഏറെ പ്രിയപ്പെട്ട പത്ര ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളെ, പ്രേം നസീർ സുഹൃത്ത് സമിതി പ്രേം നസീർ എന്ന നിത്യഹരിത നായകൻ്റെ ഓർമ്മയ്ക്ക്, അദ്ദേഹം ചലച്ചിത്ര അഭിനേതാവ് മാത്രമായിരുന്നില്ല, കാരുണ്യ രംഗത്തുമൊക്കെ അതുപോലെ തിളക്കമറിയിച്ച വ്യക്തിത്വമാണ് പ്രേം നസീർ സാർ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് 100 ആണ്ട് പിന്നിടുന്ന 300 ആണ്ടിലേക്ക് കടക്കുന്ന ഒരു സമയത്ത് 100ാം വർഷത്തിൻ്റെ ആഘോഷത്തിന് തിരികൊളുത്തിക്കൊണ്ടാണ് പ്രേം നസീർ സുഹൃത്ത് സമിതി പ്രേം സ്മൃതി 2026 എന്ന ശീർഷകത്തിൽ ഒരു പ്രോഗ്രാം ആരംഭിക്കുന്നത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന പ്രോഗ്രാമുകളിലൂടെ തെക്കൻ സ്റ്റാർ ബാദുഷാക്കയുടെ നേതൃത്വത്തിലുള്ള പ്രേം നസീർ സുഹൃത്ത് സമിതി ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കാൻ പോവുകയാണ്. ഇവിടെ ഉദയ സമുദ്ര ഗ്രൂപ്പുമായി സഹകരിച്ചുകൊണ്ടാണ് 100ാം ജന്മദിനാഘോഷത്തിൻ്റെ മുന്നോടി ആയിട്ടുള്ള ഈ ജനനായക പുരസ്കാരം, ജനനായകന്മാർക്ക് രാഷ്ട്രീയ പ്രമുഖർക്ക് നൽകുന്ന പുരസ്കാരം തീരുമാനിക്കപ്പെടുന്നത്, ഇവിടെ പ്രഖ്യാപിക്കുന്നത്. ഇതിൽ ജൂറിയിൽ നമ്മുടെ വളരെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ വഞ്ചൂർ പ്രവീൺ കുമാർ ചേട്ടൻ, ജോളി മാസ്, അതുപോലെ തന്നെ സംഗീതജ്ഞയും ഈ സംഗീത രംഗത്ത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള എഴുത്തുകളും ഒക്കെ നടത്തുന്ന ഗവേഷക കൂടിയായ ഡോക്ടർ കമല ലക്ഷ്മി, പനച്ചുമൂട് ഷാജഹാൻ ക, അതുപോലുള്ള എല്ലാവരും തെക്കൻ സ്റ്റാർ ബാദുഷാക്കയും ഒക്കെ ചേർന്ന ഒരു സമിതിയാണ് ഈ പുരസ്കാരം തീരുമാനിച്ചത്. അതിൽ ജൂറി ചെയർമാൻ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുന്നു. പുരസ്കാരങ്ങൾ ഇങ്ങനെയാണ്: രാഷ്ട്രീയ കർമ്മ ശ്രേഷ്ഠ പുരസ്കാരം ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ കെ മുരളീധരൻ. രാഷ്ട്രീയ കർമ്മ മുഖ്യ പുരസ്കാരം ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ CP ജോൺ. രാഷ്ട്രീയ കർമ്മ ജനസേവ പുരസ്കാരം ബഹുമാനപ്പെട്ട M വിൻസെന്റ് അവർകൾ. രാഷ്ട്രീയ കർമ്മ ജ്യോതിസ് പുരസ്കാരം മുൻ ഡെപ്യൂട്ടി സ്പീക്കർ V ശശി. അതുപോലെ തന്നെ രാഷ്ട്രീയ കർമ്മ തേജസ് പുരസ്കാരം ബഹുമാനപ്പെട്ട MLA ശ്രീ V ജോയ് അവർകൾക്കും സമർപ്പിക്കും. പ്രേം സ്മൃതി ഉദ്ഘാടന പുരസ്കാര സമർപ്പണം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർ നിർവഹിക്കും. മെയ് 30 ശനിയാഴ്ച വൈകുന്നേരം 5:30 കോട്ടയ്ക്കകം പ്രിയദർശിനി ഹാളിലാണ് ചടങ്ങ് നടക്കുന്നത്. ചടങ്ങിൽ ഉദയസമുദ്ര ഗ്രൂപ്പ് MD S രാജശേഖരൻ നായർ അധ്യക്ഷത വഹിക്കും. V മുരളീധരൻ MLA ചടങ്ങിൽ ആദരിക്കും. ഇതേ തുടർന്ന് പ്രേം നസീറിന്റെ നാമത്തിലുള്ള 8ാമത് ഫിലിം അവാർഡുകളും ഷോർട്ട് ഫിലിം അവാർഡുകളും ചടങ്ങിൽ സമർപ്പിക്കും. ഈ ചടങ്ങിലേക്ക് നിങ്ങളുടെ ഏവരുടെയും സാന്നിധ്യം ഉണ്ടാകണം. ഇത്
ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പ്രിയപ്പെട്ട പത്ര ദൃശ്യമാധ്യമ സുഹൃത്തുക്കളുടെ സഹകരണം ഉണ്ടാകണമെന്ന് സസ്നേഹം അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട പ്രമോദ് സാർ പറഞ്ഞതുപോലെ തന്നെ നസീർ സാറിൻ്റെ 100ാം ജന്മദിനം ഒരു വർഷത്തെ പ്രോഗ്രാം, അത് തിരുവനന്തപുരത്ത് മാത്രം ഒതുങ്ങുന്നതല്ല. ഞങ്ങളുടെ എല്ലാ ജില്ലകളിലും പ്രേം നസീർ സുഹൃത്ത് സമിതിക്ക് ഇന്ന് ചാപ്റ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ വിദേശത്ത് 5 ഗൾഫ് രാജ്യങ്ങളിലും ചാപ്റ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ ചെന്നൈയിലും നമ്മുടെ ചാപ്റ്റർ പ്രവർത്തിക്കുന്നുണ്ട്. ജൂൺ 4-ാം തീയതി ചെന്നൈയിൽ വെച്ച് പ്രേം നസീർ സാറിൻ്റെ 100ാം ജന്മദിനത്തിൻ്റെ ആഘോഷ പരിപാടി ചലച്ചിത്ര പരിഷത്തുമായിട്ട് ചേർന്ന് നടത്തുകയാണ്. അത് ജൂൺ 4-ാം തീയതി. ഉദ്ഘാടനം 30-ാം തീയതി ബഹുമാനപ്പെട്ട സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറാണ് 100ാം ജന്മദിന ഉദ്ഘാടനവും രാഷ്ട്രീയ പുരസ്കാര സമർപ്പണവും നടത്തുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചതാണ് 8ാമത് പ്രേം നസീർ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും മികച്ച ചിത്രം തുടരുമാണ്. മികച്ച നടൻ ഷമ്മി തിലകനാണ്. കളങ്കാവൽ സംവിധാനം ചെയ്ത ജിതിൻ ജോസാണ് മികച്ച സംവിധാനം. അങ്ങനെ പ്രമുഖർക്കുള്ള പുരസ്കാരങ്ങൾ ഈ വേദിയിൽ വെച്ച് പ്രശസ്തരായ സിനിമാ താരങ്ങളും മറ്റ് കലാകാരന്മാരും വിതരണം ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഏറ്റവും അധികം പോപ്പുലറായ ലോകമെമ്പാടും അറിയപ്പെടുന്ന രാജേഷ് ചേർത്തല, അതുപോലെ തന്നെ കൊല്ലം അഞ്ചാനി വോയിസ്, നിത്യാദി കലാപീഠം ഇവരൊക്കെ സംഘടിപ്പിക്കുന്ന 2 മണിക്കൂർ നേരത്തെ മെഗാ ഷോയും ഒരുക്കിയിട്ടുണ്ട്. 30-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് പ്രിയദർശിനി ഹാളിലാണ് പരിപാടികൾ ഒരുക്കിയിട്ടുള്ളത്. ഈ ചടങ്ങിലേക്ക് പ്രമുഖരായ ഒട്ടനവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ എത്തിച്ചേരുന്നതാണ്. ബഹുമാനപ്പെട്ട മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ, അതുപോലെ തന്നെ പ്രമുഖ സിനിമാ താരങ്ങളൊക്കെ ഈ ചടങ്ങിൽ എത്തിച്ചേരുന്നുണ്ട്. എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഞങ്ങളുടെ എല്ലാ പരിപാടികളും വൻ വിജയകരമായി തീർക്കുവാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. ഈ പത്രവാർത്തയും വളരെ പ്രാധാന്യത്തോടു കൂടി വരണം എന്ന് പ്രസിദ്ധീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ 30-ാം തീയതിയിലെ ഈ ചടങ്ങിലേക്ക് എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ്. 2ാമത് പ്രേം നസീർ സുഹൃത്ത് സമിതിയുടെ പത്രദൃശ്യ മാധ്യമ പുരസ്കാര സമർപ്പണം നടക്കുകയാണ്. അത് ഈ ഒരു വർഷത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നടത്തുന്നത്. അതുപോലെ തന്നെ 100 കേരളത്തിലെ ഞങ്ങളുടെ 9 ജില്ലകളിൽ നമുക്ക് ചാപ്റ്ററുണ്ട്. 9 ജില്ലകളിലെ സർക്കാർ സ്കൂളുകളിൽ 100 വൃക്ഷത്തൈ കൊടുക്കുന്ന ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ ക്യാമ്പുകൾ, രക്തദാന ക്യാമ്പുകളും പിന്നെ ക്യാമ്പുകൾ, ഇതും ഈ 100 ദിവസത്തെ വിവിധ സ്ഥലങ്ങളിലായിട്ട് നടത്തുവാനാണ് ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് 30-ന് നടക്കുന്നത്. പ്രേം നസീർ സുഹൃത്ത് സമിതിയുടെ വളരെ ശ്രദ്ധേയമായ ഒരു പരിപാടികളുടെ നടത്തിപ്പിലാണ് പ്രേം നസീർ സുഹൃത്ത് സമിതിയുടെ അംഗങ്ങൾ ഓരോരുത്തരും. അവാർഡ് പ്രഖ്യാപനം ബഹുമാനപ്പെട്ട ജൂറി അധ്യക്ഷൻ നേരത്തെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. വളരെ വസ്തുനിഷ്ഠമായ വിലയിരുത്തലുകൾക്ക് ശേഷം ജൂറി ചെയർമാനും ജൂറി അംഗങ്ങളും കൂടി ഇരുന്ന് ആലോചിച്ച് എടുത്ത തീരുമാനത്തിലാണ് ഈ അവാർഡുകൾ നിർണയിച്ചിട്ടുള്ളത്. കലാകാരന്മാരെയും സാംസ്കാരിക പ്രവർത്തകരെയും സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ പല തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം കൂടി പ്രേം നസീർ സുഹൃത്ത് സമിതിക്കുണ്ട്. അത് യാതൊരു മുടക്കവും കൂടാതെ കാലാകാലങ്ങളിൽ സത്യസന്ധമായി നടത്തി വരികയുമാണ്. ഇവിടെ അർഹതപ്പെട്ട ആളുകൾക്ക് ഈ ജൂറി കൃത്യമായ പുരസ്കാരങ്ങൾ നൽകുന്നു എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ജൂറി അധ്യക്ഷൻ ഉൾപ്പെടെ ഞങ്ങൾക്കെല്ലാവർക്കും അതിയായ സന്തോഷമുണ്ട്. രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും സിനിമാ രംഗത്തും സാംസ്കാരിക രംഗത്തും ഉള്ള പ്രതിഭകളെ കണ്ടെത്തി അർഹതയുള്ളവർ തഴയപ്പെടരുത് എന്ന ഒരു ജൂറി ചെയർമാൻ്റെ ഒരു നിർദ്ദേശം ആദ്യമേ ഞങ്ങൾക്ക് തന്നിരുന്നു. അർഹതയുള്ളവർക്ക് അവർ അർഹിക്കുന്ന സ്ഥാനം നൽകണം. അങ്ങനെ ഞങ്ങൾ പലപ്പോഴും ഡിസ്കസ് ചെയ്താണ് ഒരു അന്തിമ തീരുമാനത്തിലെത്തി. ഏതായാലും അത് അവാർഡ് പ്രഖ്യാപനം കഴിഞ്ഞ് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്
ഇവിടെ ഇരിക്കുന്ന മാധ്യമപ്രവർത്തകർ ഞങ്ങളെ ആവോളം പ്രോത്സാഹിപ്പിക്കണം. ഈ അവാർഡ് വിവരങ്ങളും സമൂഹ മധ്യത്തിൽ എത്തണമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ എല്ലാം അകമഴിഞ്ഞ സഹകരണങ്ങൾ അത്യാവശ്യമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുള്ളതൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല. നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണത്തോടു കൂടി ഈ പ്രഖ്യാപനവും ഈ അവാർഡ് വിവരവും പത്രമാധ്യമങ്ങളിലൂടെ എല്ലാവരിലും എത്തിക്കണം എന്നുള്ള വിനീതമായ ഒരു അഭ്യർത്ഥന കൂടി വെച്ചുകൊണ്ട് അവാർഡ് ജേതാക്കൾക്ക് എല്ലാവിധമായ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രമുഖരെ, സുഹൃത്തുക്കളെ, ഇന്ന് അത്യധികം സന്തോഷത്തിലാണ് നമ്മളേവരും ഇവിടെ ഇരിക്കുന്നത്. അവാർഡ് പ്രഖ്യാപനം കഴിഞ്ഞു. ജൂറി മെമ്പേഴ്സ് ഉണ്ട്. ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ബാദുഷ, അദ്ദേഹം കാര്യങ്ങളെല്ലാം സംസാരിച്ചു കഴിഞ്ഞു. 21 വർഷത്തെ കാര്യവും നിത്യഹരിത നായകനായ പ്രേം നസീറിൻ്റെ 100ാം ജന്മവാർഷികത്തോട് അനുബന്ധിച്ച് 1 വർഷം നീളുന്ന പരിപാടികളുടെ കാര്യവുമെല്ലാം ഇവിടെ സവിസ്തരം പറഞ്ഞു കഴിഞ്ഞു. ഇതിന് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊള്ളുന്നു. മാത്രമല്ല, നിങ്ങൾ ഇതിന് വേണ്ട എല്ലാ പ്രോത്സാഹനവും നൽകും എന്ന ഉത്തമ ബോധ്യത്തോടെ വാക്കുകൾ ചുരുക്കട്ടെ. നന്ദി. മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം. എന്തായിരുന്നാലും വളരെയധികം മനുഷ്യത്വമുള്ള ഒരു നടൻ, ഒരു വ്യക്തി ഇതൊക്കെയായിരുന്നു നമ്മുടെ അതുല്യ കലാകാരനായ പ്രേം നസീർ സാർ. അദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മൾ ജനസേവനം ചെയ്യുന്ന രാഷ്ട്രീയത്തിലെ പ്രമുഖമായ വ്യക്തിത്വങ്ങളെ ആദരിക്കാനായിട്ട് ഈ ഒരു അവസരം പ്രേം നസീർ സുഹൃദ്സമിതി അങ്ങനെ ഒരു സംരംഭം തന്നെ ഉണ്ടാക്കിയതിൽ ഒത്തിരി നന്ദിയുണ്ട്. ഈ ഒരു അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുക്കുന്ന ജൂറിയിൽ ഞാനും ഒരു അംഗമായതിൽ അഭിമാനിക്കുന്നു. ഇനിയും തുടർന്നും നാളിതുവരെ മാധ്യമ സുഹൃത്തുക്കൾ പ്രേം നസീർ സുഹൃദ്സമിതിയുടെ സംരംഭങ്ങൾക്ക്, പ്രവർത്തനങ്ങൾക്ക്, അവരുടെ ഓരോ കൂട്ടായ്മകൾക്കും ഒക്കെ നിങ്ങൾ നൽകി വരുന്ന സജീവമായ ഒരു പിന്താങ്ങ് നന്നായിട്ട് നിങ്ങളെപ്പോഴും നൽകാറുണ്ട്. അത് ഈ കാര്യത്തിലും നിങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. ഒത്തിരി നന്ദിയുണ്ട് എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും. എനിക്ക് തോന്നുന്നു മാധ്യമ സുഹൃത്തുക്കൾ കുറവാണ്, എങ്കിലും എല്ലാവരും വന്നിട്ടുള്ളവരെല്ലാവരും തന്നെ നിങ്ങളുടെ മീഡിയയിലൂടെ തന്നെ അത്യാവശ്യം വേണ്ട നല്ലൊരു പബ്ലിസിറ്റി കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, മാധ്യമ സുഹൃത്തുക്കളെ, പ്രേം സ്മൃതി എന്ന പേരിൽ നിത്യഹരിത നായകൻ പ്രേം നസീർ സാറിൻ്റെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ച് ഈ ഒരു പ്രോഗ്രാമിന് ഇന്നിവിടെ പത്രസമ്മേളനത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറയുകയാണ്. അതോടൊപ്പം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാമുകൾക്കും വേണ്ട പ്രോത്സാഹനവും പ്രചോദനവും നൽകി അനുഗ്രഹിച്ചവരാണ് നിങ്ങൾ. തുടർന്നും അതുണ്ടാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത ബഹുമാന്യനായ അതിൻ്റെ ജൂറി ചെയർമാൻ പ്രമോദ് പയ്യന്നൂർ അവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതേപോലെ ജൂറി മെമ്പർമാരായ പ്രിയപ്പെട്ട പഞ്ചീവർ പ്രവീൺകുമാർ സാർ, ജോളിമാ സാർ, കമലാ ലക്ഷ്മി എന്നിവർക്കും എൻ്റെ സെക്രട്ടറി തെക്കൻ സാർ ബാദുഷയ്ക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഈ യോഗത്തിൽ സംബന്ധിച്ച ഓരോ വ്യക്തികൾക്കും, പ്രത്യേകമായി എല്ലാ മാധ്യമപ്രവർത്തകർക്കും സംഘടനയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.